ഇസ്രായേലിൽ ഒരു വലിയ ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഗാസയുമായുള്ള വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ ഇപ്പോൾ ആഭ്യന്തര സംഘർഷങ്ങൾ ഇസ്രായേലിൽ എങ്ങും ദൃശ്യമാകാൻ തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സർക്കാരിനെതിരെ ആയിരക്കണക്കിന് തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാരാണ് ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. കറുത്ത വസ്ത്രം ധരിച്ച ഈ ആൾക്കാർ വ്യാഴാഴ്ച ജെറുസലേമിൽ സൈനിക സേവനത്തിനെതിരെ ഒരു റാലി നടത്തി. ഇസ്രായേലിൽ നിർബന്ധിത സൈനിക സേവനം ഒഴിവാക്കാനുള്ള അവകാശം ഉറപ്പിക്കുന്ന ഒരു നിയമം ഈ ആളുകൾ ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിൽ ഒരു നിയമം കൊണ്ടുവരണമെന്ന് നെതന്യാഹു നേരത്തെ തന്നെ അറിയിച്ചു. അതായത് ഇക്കാര്യത്തിൽ ഒരു നിയമം കൊണ്ടുവരുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതായത് സൈനിക സേവനം നിർബന്ധമാക്കുന്നു ഇസ്രായേലിൽ. എന്നാൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാണ് ഇവരെല്ലാം തന്നെ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് കറുത്ത തൊപ്പി ധരിച്ച ഒരു കൂട്ടം പുരുഷന്മാർ ടാർപോളിൻ കഷ്ണങ്ങൾക്ക് തീയിട്ടു. അതേസമയം നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ നഗരത്തിലെ നിരവധി തെരുവുകൾ വളഞ്ഞു. സൈനിക നിർബന്ധിത സേവനത്തെ അപലപിക്കുന്ന പ്ലക്കാർഡുകളുമായി പ്രകടനക്കാർ ജെറുസലേമിലേക്കുള്ള പ്രധാന റോഡുകളിലൂടെ മാർച്ച് നടത്തി എന്നും അറിയാൻ സാധിക്കുന്നു. ഇസ്രായേൽ സർക്കാർ അടുത്തിടെ കടുത്ത ഡ്രാഫ്റ്റ് ഡോസർമാരെ കർശനമായി നിയന്ത്രിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് സമൻസ് അയക്കുകയും പലായനം ചെയ്ത പലരെയും ജയിലിലടക്കുകയും ചെയ്തിരുന്നു. 1948 ഇസ്രായേൽ സ്ഥാപിതമായപ്പോൾ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ജൂത വിശുദ്ധ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ മുഴുവൻ സമയവും നീക്കിവെച്ച പുരുഷന്മാരെ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. 2023 ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം പുതിയ റിക്രൂട്ട്മെന്റുകൾക്കായി സൈന്യം പാടുപെടുന്നതിനാൽ ഈ ഇളവ് വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. എന്തായാലും നിയമനിർമ്മാണം നടത്തുന്നുവെന്ന് നെതന്യാഹു ഇവരോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ സൈനിക സേവനത്തിന് ഇറങ്ങേണ്ടി വരില്ല എന്ന് നെതന്യാഹു ഇവരോട് പറഞ്ഞെങ്കിലും ഇവർ ഇപ്പോഴും കലാപം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.